1201 കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അതായത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ ജ്യോതിഷ ഫലങ്ങളാണ്. മിക്ക കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുന്നു. ദാനാദി സൽപ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു. നല്ല ഭക്ഷണം, നല്ല പാനീയങ്ങളും സുലഭമായി ലഭിക്കുന്നു. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനലാഭം ധാരാളം ലഭിക്കുന്നു. ചില തെരഞ്ഞെടുപ്പുകളിൽ, അതായത് സൊസൈറ്റികളായിരുന്നാലും ജാതി മതപരമായിട്ടുള്ള സംഘടനകളിലായിരുന്നാലും മറ്റുള്ള തെരഞ്ഞെടുപ്പുകളായിരുന്നാലും അതിലെല്ലാം ജയിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു. അതുപോലെ ചില അധികാര സ്ഥാനങ്ങളിൽ ലഭിക്കാം. ഇങ്ങനെയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അധികാര സ്ഥാനങ്ങൾ ലഭിക്കാം. വല്ല ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ ഒക്കെ തലപ്പത്തും വരാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ പൊതുവെ ഒരു ഐശ്വര്യം നിലനിൽക്കുന്നതായി കാണുന്നു. ബന്ധുമിത്രാദികൾ ഒത്തുചേരുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരെ സാധിച്ചു തരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അസുഖത്താൽ കഷ്ടപ്പെടുന്നവർക്ക് സുഖം ലഭിക്കുന്നതാണ്. ആശ്വാസം ഈ മാസം ലഭിക്കുന്നു. കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുടെ ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗുണഫലങ്ങൾ ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങളുടെ സ്ഥിതി മോശം ആയിട്ടുള്ള ഇതിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും കുറേയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ധാരാളം ചെലവുകൾ വന്നേക്കാം. അപ്പോൾ ചെലവുകളെല്ലാം ഒന്ന് നിയന്ത്രിക്കുക. വാതപിത്ത കഫങ്ങളുടെ കുറവ് കൂടുതൽ മൂലമുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വീട്ടിലുള്ളവരുമായും മിത്രങ്ങളുമായും കലഹിക്കരുത്. കലഹം വന്നാൽ അത് ദോഷം വരും. ശത്രുക്കൾ ശല്യം ചെയ്യാം. വീഴ്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാരണം ദേഹത്തിന് ഒടിവ് ചതവുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കും. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും ലഭ്യമാകാം. ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെയാണ് ദശാസന്ധികളോ ഗ്രഹപ്പകർച്ചയോ നടക്കുന്നതാണെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന പൂജകൾ, നിങ്ങളാൽ കഴിയുന്ന പൂജകൾ നിങ്ങൾ ചെയ്യുക. അതൊക്കെ പരിഹാരമാകും. നിങ്ങൾക്ക് വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ നിങ്ങൾ ബന്ധപ്പെടുക. ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മകളും തിന്മകളും ആകുന്നു. അതായത് വരാൻ പോകുന്ന നന്മകളെയും തിന്മകളെയും കുറിച്ചാകുന്നു. തിന്മകളാണെങ്കിൽ അതിന് നമുക്ക് എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കഴിയുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.